ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്കിനി കോൺഫ്ലോർ ചേർത്ത് കൊടുക്കണം. ആദ്യം ഞാനൊരു 1.5 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ നട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പോ ബദാമോ പിസ്തയോ ഏതെങ്കിലും നട്ട്സ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു 5-6 ചേർത്ത് കൊടുത്താൽ മതിയാകും. ഞാനിപ്പോൾ ബദാം ഒരു 5 ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുകൂടി ചേർത്തതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ കയ്യിൽ നട്ട്സ് ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ്. പൊടിച്ചെടുത്തതിന് ശേഷം ഞാൻ ദാണ്ടെ പാലൊന്ന് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടാവാൻ വേണ്ടി ഒരു 2 ഗ്ലാസ്സോളം പാലാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് നമ്മുടെ ഈ പൊടി ഐറ്റംസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ പൊടിച്ചു വെച്ചത് ഇതിലോട്ട് ചേർത്ത്, അപ്പോൾ ഫ്ലെയിം നല്ല കൂട്ടി വെച്ച് ഇതിനെ വേഗം ഒന്ന് കുറുക്കി എടുക്കരുത്. ഫ്ലെയിമൊക്കെ ഒന്ന് ഇതാക്കി നമ്മുടെ ഈ കോൺഫ്ലോറും ഇതൊക്കെ ഈ പാലിതായതുപോലെ നല്ലതുപോലെ കിടന്നൊന്ന് വേകണം. അതുകൊണ്ട് തിളയ്ക്കുന്ന സമയത്തിന് ഇതുപോലെ ഇളക്കി കൊടുത്ത് അതൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ അധികം കുറുകാൻ നിൽക്കേണ്ട. ഇതുപോലെ പാകത്തിന് ഇത്രയും വെള്ളം കിടക്കുന്ന സമയത്തിന് നമുക്ക്